നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്തനാർബുദം തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനത്തിനും ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ ചെയ്തു വരുന്ന ജൈവ കൃഷിയിൽ 100 മേനി വിളയിക്കുന്ന കുട്ടി കർഷകരായ സഹോദരിമാരെ വീട്ടിലെത്തി അനുമോദിച്ച ആലപ്പുഴ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി രംഗത്ത്. കുട്ടി കർഷകരായ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയുമാണ് വീട്ടിലെത്തി അനുമോദിച്ചത്. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സെൽ വിമൺ അഡ്വൈസറി ബോർഡിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനായ അഡാറിന് തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്തനാർബുദത്തിനായുള്ള ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ പ്രവർത്തനവും ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 117 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച OP ബ്ലോക്കിലാണ് പുതിയ മാമോഗ്രാം മെഷീൻ സ്ഥാപിച്ചത്. H. സലാം MLA മാമോഗ്രാമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സാധാരണ പോലെ ടെക്നോളജിയൊക്കെ മാറിയതിന്റെ ഭാഗമായും ചികിത്സ നന്നായി നേടുന്നതിന്റെ ഭാഗമായി നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഒരു സാധാരണ രോഗം പോലെ ക്യാൻസർ രോഗം പലപ്പോഴും കാണാൻ പറ്റും. അതിന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ യഥാസമയത്ത് ഇത്തരം പരിശോധനകൾ ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് ഇത് കുറെ അധികം നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അതിന് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറെക്കുറെ ആ പ്രായം കഴിഞ്ഞാൽ നിശ്ചയമായും ഒരു കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ ക്യാൻസർ ഈ പറഞ്ഞ മാതിരി ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും അതിലേക്ക് നമ്മുടെ ആളുകൾ പോകുന്നില്ല എന്ന് കാണാം. ഇപ്പൊ ഗവൺമെന്റ് ഇതിൽ വലിയ ക്യാമ്പയിനായിട്ട് എടുത്ത് കുറെ സ്കീം ചെയ്തിട്ടുണ്ട്. അതിന് ആരോഗ്യ രംഗത്തുള്ള ജോലി ചെയ്യുന്നവർ പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ അനുഭവം ഇപ്പോ ആലപ്പുഴ മെഡിക്കൽ കോളേജില് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിയ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് നടത്തിയ ഒരാൾക്ക് ഒരാൾക്ക് അപ്പോ മെഡിക്കലി നല്ല ഒരു വിവരങ്ങളുള്ള ആളുകൾ തന്നെ ഇത് അശ്രദ്ധമായി കാണുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണത് ഒരു പബ്ലിക്കിന്റെ ഒരു നല്ല ഒരു ബോധ്യത്തിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരികയും എബോവ് 40 ആയിട്ടുള്ള ആളുകൾ സ്ത്രീകളെ നമുക്ക് മാമോഗ്രാം ചെയ്യിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നല്ല ഒരു ക്യാമ്പയിൻ നമുക്ക് നടത്തിയത് നല്ലതായിരിക്കും. അതിന് പലപ്പോഴും നമ്മൾ സ്ത്രീകളോട് പലരും സംസാരിച്ച ആൾക്ക് ഭയമുണ്ട്. ചിലർക്ക് ഒന്നത് കണ്ടാ ഭയം, ഇത് ചെയ്യുമ്പോൾ പിന്നെ വേദന ഉണ്ടാകുന്നുള്ള ഒരു ഭയം, ഇങ്ങനെയൊക്കെ സംസാര മധ്യം തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെ ഡോക്ടേഴ്സ് വേണ്ട അതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ആ വേദന ഉണ്ടാകുന്ന പീരീഡ്സിന്റെ ആ ടൈം ആഫ്റ്റർ ആ സമയം എടുത്താൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് അതെല്ലാം ഒരു ശാസ്ത്രീയമായി തന്നെ അതെല്ലാം പ്ലാൻ ചെയ്യാനും ഡേറ്റ് അങ്ങനെ എല്ലാം ഫിക്സ് ചെയ്ത് അനക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സിസ്റ്റം നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല സിസ്റ്റം നമുക്കുണ്ട്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മാമോഗ്രാം മെഷീൻ വാങ്ങിയത്. ആലപ്പുഴ നഗരസഭ 16 ലക്ഷം രൂപ ചെലവഴിച്ച് PR ഇമേജ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കി. സ്വകാര്യ ആശുപത്രികളിൽ 1900 രൂപ വരെയാണ് ഈടാക്കുന്നത്. എന്നാൽ സർക്കാർ ആശുപത്രിയിലെ APL BPL നിരക്കാകും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഈടാക്കുകയെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ പറഞ്ഞു. 15 മിനിറ്റിനുള്ളിൽ പരിശോധനയും വേഗത്തിൽ ഫലം ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും പരിശോധനയുണ്ടാകും. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. സ്ഥിര സമിതി അധ്യക്ഷ AS കവിത ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് ആരോഗ്യ സന്ദേശവും നൽകി. കൗൺസിലർ B. നസീർ, റേഡിയോ ഡയഗ്നോസിസ് കൺസൾട്ടന്റ് ഡോക്ടർ PC നവീൻ കുമാർ, RMO ഡോക്ടർ M. ആശ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K. വേണുഗോപാൽ, നഴ്സിംഗ് സൂപ്രണ്ട് രജിത, HMC അംഗം MV അൽത്താഫ്, PRO ബെന്നി അലോഷ്യസ്, ജൂനിയർ പീഡിയാട്രിക് കൺസൾട്ടന്റ് ഡോക്ടർ M. പ്രവീൺ എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ ചെയ്തു വരുന്ന ജൈവ കൃഷിയിൽ നൂറുമേനി വിളയിക്കുന്ന കുട്ടി കർഷകരായ സഹോദരിമാരെ വീട്ടിലെത്തി അനുമോദിച്ച ആലപ്പുഴ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി രംഗത്ത്. കുട്ടി കർഷകരായ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയുമാണ് വീട്ടിലെത്തി ആദരിച്ചത്. കുട്ടി കർഷകരുടെ കൃഷിരീതി മാതൃകാപരമെന്നും സമിതി വിലയിരുത്തി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി മട്ടുപ്പാവിലെ ജൈവ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് മാതൃക തീർക്കുന്ന കുട്ടി കർഷകരായ സഹോദരിമാരെ വീട്ടിലെത്തി ആദരിച്ചു. ആലപ്പുഴ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ വിനിതയുടെ നേതൃത്വത്തിലാണ് കുട്ടി കർഷകരായ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയും വീട്ടിലെത്തി ആദരിച്ചത്. സ്ഥിരം സമിതി അംഗങ്ങളായ ബി നസീർ, കൊച്ചുത്ര ശ്യാമ, സിമി ഷാഫി ഖാൻ, ഗോപിക വിജയപ്രസാദ്, സുമം സ്കന്ദൻ എന്നിവരും സന്നിഹിതരായിരുന്നു. നഗരവാസികൾക്കിടയിൽ പ്രത്യേകിച്ച് തങ്ങളുടെ സമപ്രായക്കാർക്കിടയിൽ മാതൃക തീർക്കും വിധം വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കിയും കൃഷിയാണ് എന്റെ ലഹരി എന്ന സന്ദേശവുമായിട്ടാണ് എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം എന്ന പേരിൽ കുട്ടികൾ കഴിഞ്ഞ 3 വർഷമായി കൃഷി ചെയ്തു വരുന്നതെന്നും ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളടക്കം ലഭിച്ച കുട്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിന്റെ കടമയാണെന്നും നഗരസഭ വിദ്യാഭ്യാസ സ്ഥിര സമിതി അംഗങ്ങൾ വിലയിരുത്തി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും അമ്പലപ്പുഴ എംഎൽഎ ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും ഇസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അതേ സമയത്തൂടെ പറഞ്ഞു, എല്ലാ ഏപ്രിലും പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ആദരിച്ചു പോരുന്ന ഒന്നാണ്. അത് WHO നിർദ്ദേശാനുസരണം അങ്ങനെ ആദരിച്ചു പോകുന്ന ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഓരോ സന്ദർഭത്തിലും ലോകത്തെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് അതത് സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് എപ്പോഴും ആ സ്ലോഗൻസ് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നിശ്ചയമായും അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാനിർഭരമായ ഭാവി എന്നുള്ളതാണ് ഈ വർഷത്തെ മുദ്രാവാക്യമാണ് WHO മുന്നോട്ട് ഈ ദിനത്തിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഇവിടെ പറഞ്ഞ സ്പെഷ്യലായി പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് മാതൃശിശു മരണങ്ങളെ തടയുക പരമാവധി എന്നുള്ളതാണ്. അത് കേരളം പോലെയുള്ള സ്റ്റേറ്റിൽ ഇത്തരം കാര്യത്തിൽ കുറെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അത് മാതൃശിശു മരണനിരക്കിൽ മാത്രമല്ല, ടോട്ടലായ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഏത് ഒരു ആംഗിൾ നമ്മൾ നോക്കിയാലും ഏത് അളവ് പോലെ വെച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് ആ നേട്ടം കാണാൻ പറ്റും. അത് മറ്റ് ഇതര സ്റ്റേറ്റിനോടൊന്നുള്ളതല്ല, ലോകത്തിലെ പല രാജ്യങ്ങളോട് നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന പാകത്തിലോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളെക്കാൾ ഉയരത്തിലോ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഒരു നിലനിൽക്കുന്നത് കാണാം. അത് പല സന്ദർഭങ്ങളും നമുക്ക് ബോധ്യമാണ്. അത് നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ തന്നെ അതിജീവിച്ച പല രോഗാവസ്ഥകളുടെ പ്രശ്നങ്ങൾ സമൂഹമാകെ പിടിക്കപ്പെട്ടു പോയ പല സന്ദർഭങ്ങളിലുമെല്ലാം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നിലയിൽ നമ്മുടെ കേരളം ഉയർന്നു വന്നതിൻ്റെ കാരണം നമ്മുടെ ഏറ്റവും ഫലപ്രദമായ ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ശാസ്ത്രത്തെ വിശ്വാസം കൊണ്ട് മൂടരുതെന്നും പ്രസവം ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും MLA അഭിപ്രായപ്പെട്ടു. ശാസ്ത്രത്തിന് മുകളിൽ മനഃപൂർവ്വമായ ഇടപെടലുകൾ നടത്തുന്ന പ്രവണത ശരിയല്ലെന്നും മറ്റേത് രാജ്യത്തോടും മത്സരിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ആരോഗ്യരംഗമാണ് കേരളത്തിലുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. പരിപാടിയോടനുബന്ധിച്ച് വീട്ടിലെ പ്രസവത്തിനെതിരെ തയ്യാറാക്കിയ ബോധവൽക്കരണ വീഡിയോയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി. ദമ്പതികൾക്ക് കുടുംബാസൂത്രണ ശിശു പരിചരണ സന്ദേശങ്ങൾ അടങ്ങുന്ന മംഗളപത്രം നൽകുന്ന പ്രിയം ക്യാമ്പയിന്റെ ഉദ്ഘാടനം ADM ആശാസി എബ്രഹാം നിർവഹിച്ചു. DMO ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി. ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവിക്കുന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വീട്ടുപ്രസവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞോമനകൾ ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തിനാണ് സംസ്ഥാന തലത്തിൽ ഊന്നൽ നൽകുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ നടത്തിയ സെമിനാറിൽ ഡോക്ടർ SR ദിലീപ് കുമാർ, ഡോക്ടർ പാർവതി പ്രസാദ്, ഡോക്ടർ സ്വപ്ന ഭാസ്കർ, ഡോക്ടർ സംഗീത ജോസഫ്, ഡോക്ടർ കോശി C പണിക്കർ, ഡോക്ടർ CJ സൗമ്യ, VS ഷിംന എന്നിവർ ക്ലാസ് എടുത്തു. DYSP ബിജു P നായർ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ G രജനി,
ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സെൽ വിമൺ അഡ്വൈസറി ബോർഡിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനായ അഡാറിന് തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സെൽ വിമൺ അഡ്വൈസറി ബോർഡിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനായ അഡാറിന് തുടക്കമായി. ആലപ്പുഴ ചുങ്കം കിഴക്ക് പള്ളാത്തുരുത്തി മുസ്ലിം ജമാഅത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി പ്രതിരോധത്തിൽ ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ കുറവാണ് പ്രതിസന്ധിയെന്നും ലഹരി ഉപയോഗം തടയുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിച്ചു. അവിടെ എനിക്ക് അഡ്രസ് ചെയ്യാൻ ഞാൻ നോക്കുമ്പോൾ കാണാറ് ഈ 50-60 വയസ്സായ പ്രായമുള്ള ആളുകൾ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു അങ്ങനത്തെ ആളുകൾക്കും വേണം എങ്ങനെ കുട്ടികളോട് പെരുമാറണം, മക്കളോട് എങ്ങനെ പെരുമാറണം എന്നുകൂടി മനസ്സിലാക്കണം. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പോയിരുന്ന കാലം അല്ലെങ്കിൽ ഇപ്പോഴത്തെ 60-70 വയസ്സായ ആളുകൾ പോയ കാലത്ത് ഒരുപാട് മാറ്റം വന്നു. അതനുസരിച്ച് മക്കളിലും മാറ്റം ഉണ്ടാവും. അത് എൻ്റെ മക്കൾക്ക് മാത്രം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതനുസരിച്ച് വരുന്ന മാറ്റങ്ങളനുസരിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമായിട്ട് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ജില്ലയിൽ മാത്രം ഭാരവാഹിത്വമൊക്കെ അതിന്റെ മറ്റേ സംഘടന. ആലപ്പുഴ DYSP MR മധുബാബു ചടങ്ങിൽ അധ്യക്ഷനായി. കുടുംബശ്രീ പ്രോഗ്രാം കോർഡിനേറ്റർ മോൾജി ഖാലിദ് ക്ലാസ് നയിച്ചു. പള്ളാത്തുരുത്തി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ലിയാഖത്ത് ഖാലിദ്, വനിതാ സ്റ്റേഷൻ SHO PT ലിജിമോൾ, വനിതാ സെൽ ASI R ലിജിമോൾ, ASI സിന്ധു, വനിതാ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ K ഓമന, ബിന്ദു ഷാജി, നാൻസി ജോസഫ്, സിതാര സിദ്ധകുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വാർഡ് കൌൺസിലർ ബീന രമേശ് സ്വാഗതവും ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി പീഡിയാട്രിഷ്യൻ ഡോക്ടർ സംഗീത ജോസഫ് നന്ദിയും പറഞ്ഞു. കൌൺസിലർ സൗമ്യരാജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആലപ്പുഴ തെക്കനാര്യാട് തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും ശ്രീ സ്കന്ദ മഹായാഗവും ഈ മാസം 20 മുതൽ മെയ് 1 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ചിരപുരാതനമായതും ചരിത്രങ്ങളാലും ക്ഷേത്ര ചടങ്ങുകളാലും ഭക്തജന ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആലപ്പുഴ തെക്കനാര്യാട് തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും ശ്രീ സ്കന്ദമഹായാഗവും ഈ മാസം 20 മുതൽ മെയ് 1 വരെ നടക്കുമെന്നും ചടങ്ങിന്റെ ഭാഗമായി 12 കളഭവും സ്കന്ദപുരാണ പാരായണവും നടക്കുമെന്നും ക്ഷേത്രയോഗം പ്രസിഡന്റ് NS ഷാജു, സെക്രട്ടറി D മഹേഷ് കുമാർ തൈപ്പറമ്പ് എന്നിവർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. തെക്കമ്പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷിക കലശവും ശ്രീ സ്കന്ദമഹായാഗവും ആരംഭിക്കുകയാണ്. 2025 മെയ് 1 ശ്രീ സ്കന്ദമഹായാഗം ആരംഭിച്ച് വൈകുന്നേരം 6 മണിയോടുകൂടി സ്കന്ദമഹായാഗം പര്യവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ 2025 ഏപ്രിൽ 20 ഞായറാഴ്ച മുതൽ മെയ് 1 വ്യാഴാഴ്ച വരെ 12 കളഭ മഹോത്സവവും സ്കന്ദപുരാണ പാരായണവും ആരംഭിക്കുന്നു. ഈ സ്കന്ദ മഹായാഗം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികളുടെ മുഖ്യ സാന്നിധ്യത്തിൽ പഴനിമല ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗം ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേർത്തല ജയതുളസീധരൻ തന്ത്രികളുടെ മുഖ്യ സാന്നിധ്യത്തിലും പഴനി ക്ഷേത്രം മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. നിലവിൽ പ്രതിഷ്ഠാവാർഷിക കലശത്തിനും ശ്രീ സ്കന്ദ മഹായാഗത്തിനടക്കമുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിച്ചു വരുന്നതായും ക്ഷേത്ര ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്തനാർബുദം തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനത്തിനും ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ ചെയ്തു വരുന്ന ജൈവ കൃഷിയിൽ 100 മേനി വിളയിക്കുന്ന കുട്ടിക്കർഷകരായ സഹോദരിമാരെ വീട്ടിലെത്തി അനുമോദിച്ച ആലപ്പുഴ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി രംഗത്ത്. കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയുമാണ് വീട്ടിലെത്തി അനുമോദിച്ചത്.
ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും അമ്പലപ്പുഴ MLH സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സെൽ വിമൺ അഡ്വൈസറി ബോർഡിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനായ അഡാറിന് തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.